അൽത്താഫ് ഇപ്പോൾ ഈ ഒരു സൈനേജ് ഇൻഡസ്ട്രിയിൽ ഒരു മാർക്കറ്റ് ലീഡറാണ്. അപ്പോൾ ഇത് എത്തുന്നതിൻ്റെ മുന്നേ ലൈഫ് ജേണി എന്തായിരുന്നു? നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ്, പാരൻസ്, നിങ്ങളുടെ അപ്ബ്രിങ്ങിങ് എന്ന പോലത്തെ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും? ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ ഫാദർ ഡ്രൈവറായിരുന്നു. ദുബായിൽ കുറേ വർഷം ഉണ്ടായിരുന്നു. പുള്ളി സൗദിയിലുണ്ടായിരുന്നു. നാട്ടിൽ ബസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് എന്നെ ദുബായ് കാണിക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുവരുന്നതൊക്കെ. ഞാൻ പഠിച്ചു വളർന്നതെന്ന് വെച്ചാൽ 10th വരെ തൻബിയുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. +2 അവിടെ തന്നെ കഴിഞ്ഞു. +2 കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. IT-നോടും ടെക്കിനോടും കമ്പ്യൂട്ടറിനോടും ഒക്കെ കുറച്ച് കൂടുതൽ കമ്പം ആ സമയം മുതലേ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള എന്ത് സംഭവമാണെങ്കിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു. IT റിലേറ്റഡ് ആയിട്ടോ അല്ല ഒരു ക്രിയേറ്റീവ് റിലേറ്റഡ് ആയിട്ട് ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ചെന്തൊക്കെയോ വരയ്ക്കുമായിരുന്നു. വരച്ച് എവിടെയും കാണിക്കാനുള്ള വരക്കലല്ലെങ്കിലും നമ്മളായിട്ട് നമ്മൾ ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾക്കാരെ നിങ്ങൾ പറയുന്ന സമയത്ത് അതിനെ വരച്ച് നമ്മളതിനെ ബ്രെയിനിലോട്ട് കയറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയാണ്ട് ഇപ്പോൾ ഈവൻ ഫോണിൽ സംസാരിക്കുമ്പോഴും പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ആ സംസാരിച്ച കാര്യത്തിൽ എന്തെങ്കിലും കാര്യം വരച്ചിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക് എന്തോ ഇതിൽ വരുന്നതാണ്. അപ്പോൾ അതിനോടൊരു കമ്പൗണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഞാൻ MCA ഒക്കെ ചെയ്തതും സോഫ്റ്റ്വെയർ ഫീൽഡിലോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കും എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് ചെറുപ്പം മുതലേ നമ്മൾ വന്നത്. പിന്നീട് +2 കഴിഞ്ഞു. ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടി. അവിടെ അത് കഴിഞ്ഞു. ഒരു വർഷം ഞാൻ അവിടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഫാദർ ഇവിടെ ആയതുകൊണ്ട് ഗൾഫിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണോ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു MCയുടെ എൻട്രൻസിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ് തന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി. പിന്നെ LBSലും എനിക്ക് കിട്ടി. ആ സമയത്ത് ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ പോയാൽ എനിക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉപയോഗിക്കണം, ചിലവുകൾ കൂടി. ഇപ്പോൾ ഫാമിലി സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ചിലവൊക്കെ കുറച്ച് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ. പക്ഷെ അതൊരു തെറ്റായി പോയെന്ന് പിന്നീട് മനസ്സിലായി. നാട്ടിലാകുമ്പോൾ നാട്ടിലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നമ്മളെ തലയിലായി. അപ്പോൾ പഠനത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിന് പകരം നമ്മൾ ഇതും കാര്യങ്ങളൊക്കെ നിന്ന് കിട്ടുന്നുള്ളത് വീട്ടിൽ ഡെയിലി വരും പോകുമ്പോൾ കുറച്ച്. പിന്നെ നമ്മുടെ LBS കോളേജിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും പൊളിറ്റിക്കൽ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഒരു നമുക്ക് പോകാനുള്ള മൂഡ് തന്നെ അവിടെ പോയി കിട്ടി. അൽത്താഫ് വീട്ടിൽ ആരൊക്കെയുള്ളതെന്ന് പറഞ്ഞില്ല? ഉപ്പ, ഉമ്മ, 2 പെങ്ങൾ, ഒരു അനിയൻ. ഉമ്മ ഹൗസ് വൈഫാണ്. പെങ്ങന്മാർ 2 കെട്ടിച്ചു. അനിയൻ എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സെയിം ഇൻഡസ്ട്രിയിൽ എൻ്റെ കൂടെ. ആളെന്താ ചെയ്യുന്നത്? പുള്ളി ഇപ്പോൾ സെയിൽസാണ് നോക്കുന്നുള്ളത്. പുള്ളി എനിക്ക് ശേഷം പുള്ളി ഏൽപ്പിക്കണമെന്നുള്ള രീതിയിൽ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തതാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ പുള്ളിയെ നിർത്തി ചെയ്തിട്ടുണ്ട്. പുള്ളി ഡിസൈനിങ് ആണ് പഠിച്ചു വന്നത്. ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു, സെയിൽസിൽ വർക്ക് ചെയ്തു, എസ്റ്റിമേഷനിൽ വർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാത്തിലും വർക്ക് ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാൻഡ് ആയിട്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നോക്കുന്നത്? പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല, എന്നാലും അതൊരു സിസ്റ്റമാറ്റിക് ആയി വന്നിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നിലോട്ടേക്ക് നോക്കുമ്പോൾ അതൊക്കെ ഫൈൻ, അടിപൊളിയായി വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റഡീസിന് ശേഷം എങ്ങനെയായിരുന്നു ജേണി? സ്റ്റഡീസിന് ശേഷം ഞാൻ MCA കഴിഞ്ഞ ഉടനെ റിസൾട്ടിനൊന്നും വെയിറ്റ് ചെയ്തില്ല. ആ സമയത്ത് ലാസ്റ്റ് പ്രോജക്റ്റൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ദുബായിലോട്ട് വന്നു. അബുദാബിയിലോട്ടാണ് വന്നത്. ഫാദർ അപ്പോൾ ആ ടൈമിൽ? ഫാദർ ഇവിടെ ദുബായിലായിരുന്നു. ഫാദറിന് ഒരു അറ്റാക്ക് വന്നിരുന്നു. പിന്നെ കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് ഫാദറിൻ്റെ നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഓക്കെ, എന്നാൽ അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്ക് കൂട്ടി ഇതിനൊന്നും നിൽക്കാണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസോ നാട്ടിൽ ചെയ്തു വരുന്നതിന് പകരം പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വന്നു. അപ്പോൾ ഇവിടെ വന്നൊരു 3 മാസം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇൻ്റർവ്യൂസിനൊക്കെ പോയി. പക്ഷെ ഒന്നും റെഡിയായില്ല. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയില്ല. ഇനി എന്ത് കിട്ടിയാലും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഇത് ഏത് ഇയറിലായിരുന്നു? 2009. അതെ. അബുദാബിയിൽ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ആക്സസ് അഡ്വർടൈസിങ്. ഷെരീഫാണ് ഓണർ. പുള്ളി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് തന്നു. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി തന്നു. ആ കമ്പനിയും വളരുന്നൊരു കമ്പനിയായിരുന്നു. അതിൽ 4th ആളായിരുന്നു ഞാൻ. 2004 തുടങ്ങിയ കമ്പനിയാണെങ്കിലും 2009 വരെ അവരൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലായിരുന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ സ്ലോലി നമ്മൾ ആഡ് ഓൺ ചെയ്ത് പ്രൊഡക്ട്സ്. പിന്നെ അതായത് അഡ്വർടൈസിങ് ഫീൽഡ് എന്ന് വെച്ചാൽ നമുക്കൊരു വെരി ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഫീൽഡാണ്. നമുക്ക് എന്തിനുണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യം തന്നെ എപ്പോഴും ചെയ്യേണ്ടി വരില്ല. ഡെയിലി കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് വേറെ റിക്വയർമെന്റാണ്, ട്രെൻഡിങ് അതിനനുസരിച്ചുള്ള റിക്വയർമെന്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുണ്ടാക്കാൻ പറയും, നമ്മളത് ഉണ്ടാക്കും. നാളെ വേറൊരു കാര്യമാണ്. അങ്ങനെ ഡെയിലി പഠിക്കും. ചലഞ്ചാണ്. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിക്കാണ്. പുതിയ ഡിസൈനായിട്ട് വരും, ഇതിങ്ങനെ വേണോ അങ്ങനെ വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബുദാബിയിൽ അവരെ ടൗൺഷിപ്പിൻ്റെ
ബ്യൂട്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശത്തിൽ അവരൊരു സിസ്റ്റം വെച്ച് അവിടെ ഈ ഫ്ലെക്സ് കാര്യങ്ങളൊന്നും അവിടുന്ന് വേണ്ട, ഒഴിവാക്കണം, 3D സൈനേജിലോട്ട് വരണം എന്നുള്ളത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആക്സസ് അഡ്വർടൈസിങ്ങിന് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ള ഇതൊക്കെ ചെയ്തു, അതിൻ്റെ പിറകെയായി അങ്ങനെയുള്ള വർക്കുകൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അതായത് ആ നിഷിൽ മാത്രം ഫോക്കസ് ചെയ്തു, ആ നിഷിൽ മാത്രം ഫോക്കസ് ചെയ്ത് 3D സൈനേജിലോട്ട് വന്നു. എന്താ വെച്ചാൽ അവിടെ ഫ്ലെക്സ് പാടില്ല, അവിടെ ബാക്കി കാര്യങ്ങൾ പാടില്ല. അതുവരെ നമ്മൾ ചെയ്തുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ പഠിക്കാനുണ്ട് നമുക്ക്. ആ ഫീൽഡ് ഇൻഡസ്ട്രി പഠിച്ചെടുത്തു അടിപൊളിയായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് കമ്പനിയുടെ ഗ്രോത്തിന് അത് ബാധിച്ചിരുന്നു. അപ്പൊ ആ ഒരു നിഷിൽ വന്നിട്ട് സമയത്ത് ഓക്കെ ഫൈൻ, നമുക്ക് എപ്പോഴും എൻക്വയറീസ് വരാൻ തുടങ്ങി. എപ്പോഴും അത് സെർവ് ചെയ്ത് നല്ല രീതിയിൽ ക്ലയൻസിന് കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. വെച്ചാൽ 3D പുതിയത് വരാണ്, എല്ലാവരും ഫ്ലെക്സിലോട്ടും അക്രലിക് ബോർഡിലോട്ടൊക്കെ ചെയ്തുകൊണ്ടത് സമയത്ത് ഇതെന്താണ് 3D, ഇതിൽ LED എന്താ വരുന്നത്, മൊഡ്യൂളാണോ സ്ട്രിപ്സ് ആണോ എന്താ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കത് നമ്മളത് പഠിച്ചെടുത്തു ചെറിയ സമയം കൊണ്ട്. അത് ആദ്യമൊക്കെ എവിടുന്ന് വാങ്ങിക്കണം എന്ത് വാങ്ങിക്കണം എന്നറിയില്ല. ഡ്രാഗൺ മാർട്ട് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്, LED വേൾഡിൽ അവരെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എക്സിബിഷൻ സ്റ്റോക്ക് വരും, കുറേ ചൈനീസ് ടീമിനെ പരിചയപ്പെടും, അവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് എടുത്തു. എന്താ വെച്ചാൽ മാർക്കറ്റിൽ കണ്ടമാനം പ്രോഡക്ട്സ് ഉണ്ട്, നമ്മൾ എത്തിപ്പെടുന്നില്ല എന്തൊക്കെയുണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിലോട്ടേക്ക് ആ ഇനീഷ്യൽ സ്റ്റേജിൽ പഠിച്ചു വന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ പുതിയൊരു ട്രെൻഡ് വന്നു, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നു അവിടെ. അപ്പോൾ അതിലേക്ക് എല്ലാ ടീമും നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമല്ലോ തീർച്ചയായിട്ടും. അതെ, കാരണം ഒരു നിഷില്ലാതെ ചെയ്യുന്ന ബിസിനസ്സും ഒരു നിഷിലേക്ക് ചെയ്യുന്ന ബിസിനസ്സും രണ്ടാണ്. അതെ. അപ്പോൾ നിഷിലേക്കുള്ള ബിസിനസ് ആകുമ്പോൾ ആ നിഷിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ഹയർ ചെയ്യാനും അതിനൊക്കെ ആ ചലഞ്ചൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ആദ്യം സത്യം പറഞ്ഞാൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ നമ്മുടെ റിലേഷൻസിൽ ഉള്ള നല്ല പിള്ളേരെ സെലക്ട് ചെയ്തു. ആറ്റിറ്റ്യൂഡ് നല്ലതായി എന്ന് വെച്ചാൽ ഞാൻ സ്കില്ലല്ല അപ്പം നോക്കിയത്. എന്താ വെച്ചാൽ സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കാം, പഠിപ്പിച്ച്. ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം കുറേ പേരെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തു, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല. എന്താ വെച്ചാൽ സ്കില്ലുള്ള ആൾക്കാർക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, നല്ല ആറ്റിറ്റ്യൂഡുള്ള പിള്ളേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഒരു ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. കുറച്ച് പേര് വന്നു, അവരൊന്നും ശരിയായില്ല, പിന്നെ മാറ്റി. പിന്നീട് അങ്ങോട്ട് നല്ല, അതായത് വളരാൻ ആഗ്രഹമുള്ള പിള്ളേരെ ഞാൻ ഇട്ടു ട്രെയിൻ ചെയ്തെടുത്തു. അതൊരു എനിക്ക് നല്ലൊരു ഇതായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ കൂടെയുള്ള പിള്ളേരൊക്കെ സ്കില്ല് പഠിച്ചെടുത്തു, അവരുടെ ആറ്റിറ്റ്യൂഡ് അടിപൊളിയാണ്. അപ്പോൾ അവരെ നമുക്ക് കമ്പനിക്കായി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഘടകം. ഇപ്പോൾ ഈ റിലേറ്റീവ്സിനെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ നിങ്ങളുടെ ഒരു സജഷൻ എന്താ? കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിലേഷൻഷിപ്പിന് കൊണ്ടുവരുമ്പോൾ വെറുതെ ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഞാനും ആ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പൊസിഷൻ ഒന്നും ഉണ്ടാവില്ല, അവൻ വന്ന് അവൻ എന്താ കൊടുക്കുക, എന്നാ നീ ഇത് ചെയ്തോ. പക്ഷെ അതിന് പകരം സ്കില്ലുള്ള ആൾക്കാരെ ഒരു ഏതെങ്കിലും ഒരു പുള്ളിക്ക് അക്കൗണ്ട്സ് എന്തെങ്കിലും ബേസിക്സ് ഉണ്ടെങ്കിൽ പുള്ളി ആ ഫൈനാൻസ് ടീമിലോട്ടേക്ക് ഇടാം. പുള്ളി ഗ്രോ ചെയ്തെടുക്കും. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും അടിപൊളിയാണെങ്കിൽ. അല്ല പുള്ളി എനിക്ക് ഡിസൈനിങ് അറിയാം, അല്ലെങ്കിൽ ആ സ്കില്ലുണ്ട്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അങ്ങനെയാണെങ്കിൽ പുള്ളി ആ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇടാം. പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രദർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടീമിന്റെ ഉള്ളിൽ ഒരുപാട് നാട്ടിലത്തെ ആൾക്കാരുണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ബോണ്ടിങ് കാര്യങ്ങൾ, അത് എത്രത്തോളം ഈസിയാണ്? റെസ്പോൺസിബിലിറ്റി ഇവരെടുക്കും. ഇവർ നമ്മുടേതായിട്ട് കണ്ട് റെസ്പോൺസിബിലിറ്റി എടുക്കും. ഫാമിലീസ് ആകുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇവരാകുമ്പോൾ അവർക്കൊരു ഇതാണ്, എന്താ അവർക്ക് വർക്ക് ചെയ്യാനില്ല. ഇപ്പം എൻ്റെ കൂടെ എന്ന് വെച്ചാൽ അങ്കിൾ ഉണ്ട്, എൻ്റെ ബ്രദർ ഉണ്ട്, വൈഫിൻ്റെ ബ്രദർ ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് ട്വിൻസ്, അതുകൂടാണ്ട് കുറച്ച് ലോങ് അകന്ന ബന്ധുക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. ഈ ബന്ധുക്കളെക്കാളും കൂടുതൽ അവർ ആത്മാർത്ഥ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻസ് ആണ്, അല്ലാത്ത ഒരു ഇതായി പറയാൻ പറ്റില്ല. എനിക്കിത് നല്ലത് കിട്ടുകൊണ്ട് എല്ലായിടത്തത് അഡ്വൈസബിൾ അല്ല. ആക്ച്വലി സ്കില്ല് പറഞ്ഞ പോലെ ലേണബിൾ ആണ്, പക്ഷേ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നോക്കേണ്ട ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എൻ്റെ ഇതിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതെ, എൻ്റർലി ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ.